ഇന്ന് പഠിക്കാൻ പോകുന്നത് മാർജിനൽ കോസ്റ്റിംഗ് ആണ്. ഈ മാർജിനൽ കോസ്റ്റിംഗ് കോൺട്രിബ്യൂഷൻ എന്ന കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണുള്ളത്. നമുക്ക് നോർമലി കോസ്റ്റിനെ രണ്ടായിട്ട് തരംതിരിക്കാം. അതായത് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ച് കുറയുകയും കൂടുകയും ചെയ്യുന്നതിനെ വേരിയബിൾ എക്സ്പെൻസ് എന്ന്. അതിൻ്റെ എക്സാമ്പിളാണ് റോ മെറ്റീരിയൽസും ലേബർ അവേഴ്സും. അതായത് പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് കൂടുതൽ റോ മെറ്റീരിയൽസ് വേണ്ടിവരും, അതുപോലെ ലേബർ അവേഴ്സും കൂടുതൽ വേണ്ടിവരും. എന്നാൽ പ്രൊഡക്ഷനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഫിക്സ് ആയിട്ടിരിക്കുന്നതിനെ ഫിക്സഡ് എക്സ്പെൻസ് എന്ന് പറയും. അതിൻ്റെ എക്സാമ്പിളാണ് ഇപ്പം നമ്മളൊരു റെൻറ്റിനെടുത്ത ബിൽഡിംഗ് ആണെങ്കിൽ അതിൻ്റെ റെൻറ്റ് എക്സ്പെൻസ്, അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ സാലറി, അതായത് ലേബേഴ്സ് അല്ലാണ്ടുള്ള സാലറി. ഇവിടെ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് റെൻറ്റ് കൂടുന്നില്ല, അതുപോലെ തന്നെ ഓഫീസ് സ്റ്റാഫായിട്ടുള്ള ആൾക്കാരുടെ സാലറി കൂടുന്നില്ല. സൂര്യ ബേക്കറിയിലെ കേക്ക് ഉണ്ടാക്കുന്ന കറണ്ട് സിറ്റുവേഷൻ നമുക്കൊന്ന് നോക്കാം. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 10,000 യൂണിറ്റ്സ് ആണ്. സെയിൽ നടത്തുന്നത് 30 rupees പെർ യൂണിറ്റ് എന്ന രീതിയിലാണ്. ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ട മെറ്റീരിയൽസിന് 10 rupees പെർ യൂണിറ്റ് ആകും. അതുകൂടാണ്ട് കേക്ക് ഉണ്ടാക്കാനുള്ള ഓവനും ബൗൾസും പ്ലേറ്റൊക്കെ മേടിക്കാൻ വേണ്ടി ടോട്ടലായ കോസ്റ്റ് 1,50,000 ആണ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ എത്രയാണ് പ്രോഫിറ്റ് കിട്ടുന്നത്? സെയിൽസ് 30 rupees ഇൻറ്റു 10,000 3 lakh. വേരിയബിൾ കോസ്റ്റ് 10 rupees ഇൻറ്റു 10,000 യൂണിറ്റ്സ് 1 lakh. ഫിക്സഡ് കോസ്റ്റ് 1,50,000. അപ്പോൾ പ്രോഫിറ്റായിട്ട് കിട്ടുന്നത് 50,000 ആണ്. അങ്ങനെ ഇരിക്കുമ്പം അവർക്കൊരു 5,000 യൂണിറ്റ്സിൻ്റെ ഓർഡർ വന്നു. പക്ഷേ അവർ പറഞ്ഞു ആ 5,000 യൂണിറ്റ്സ് അവർ ഓർഡർ ചെയ്യണമെങ്കിൽ 20 rupeesന് നമ്മൾ സെല്ല് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ 5,000 ഓർഡർ ആക്സെപ്റ്റ് ചെയ്യണോ? കറണ്ട് സിറ്റുവേഷനിൽ വേരിയബിൾ കോസ്റ്റ് 10 rupees പെർ യൂണിറ്റ് ആകും. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാകുന്നത്? 15 rupees പെർ യൂണിറ്റ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് 25 ആവുന്നുണ്ട്. ഇപ്പോൾ കിട്ടിയ ഓർഡറിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് അവർ ഓഫർ ചെയ്തേക്കുന്നത്? 20 rupees പെർ യൂണിറ്റ്. ഈ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വരുന്ന സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. 5,000 യൂണിറ്റ്സിൻ്റെ സെയിൽസ് വരുന്നത് 1 lakh. വേരിയബിൾ കോസ്റ്റ് 50,000. അതായത് 5,000 എക്സ്ട്രാ ഓർഡറിൽ നിന്ന് നമുക്ക് ഇൻഫ്ലോ വരുന്നത് 50,000 ആണ്. പക്ഷെ അവിടെ ആക്ച്വലി ഒരു എക്സ്ട്രാ ഫിക്സഡ് കോസ്റ്റ് വരുന്നുണ്ടോ? നമ്മൾ ഓൾറെഡി ഉള്ള കറണ്ട് സിറ്റുവേഷനിൽ നിന്ന് 10,000 യൂണിറ്റ്സിൻ്റെ സെയിലിൽ നിന്ന് തന്നെ ഫിക്സഡ് കോസ്റ്റിനെ നമ്മൾ കവർ ചെയ്തു. ഇനി നമ്മൾ വീണ്ടും 1,50,000 എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഈ എക്സ്ട്രാ ഓർഡറിൽ നിന്ന് നമുക്ക് ഈ 50,000 ഇപ്പോൾ കറൻ്റ്ലി ഉള്ള പ്രോഫിറ്റ് കൂടാണ്ട് ഒരു 50,000 ഇൻഫ്ലോ കൂടെ വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായും ആക്സെപ്റ്റ് ചെയ്യണം. ഇവിടെയാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന കോൺസെപ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ്. എന്താണ് മാർജിനൽ കോസ്റ്റിംഗ്? ഇറ്റ്സ് എ കോസ്റ്റിംഗ് സിസ്റ്റം വെയർ പ്രോഡക്ട്സ് ഓർ സർവീസസ് ആൻഡ് ഇൻവെൻട്രീസ് ആർ വാല്യൂഡ് അറ്റ് വേരിയബിൾ കോസ്റ്റ് ഓൺലി. ഇറ്റ് ഡസ് നോട്ട് ടേക്ക് കൺസിഡറേഷൻ ഓഫ് ഫിക്സഡ് കോസ്റ്റ്. ഇവിടെ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? 50,000. ആ 50,000നെ പറയുന്ന ടേമാണ് കോൺട്രിബ്യൂഷൻ. അതായത് ഫിക്സഡ് കോസ്റ്റിനെയും പ്രോഫിറ്റിനെയും കവർ ചെയ്യാൻ സെയിൽസിൽ നിന്നും കിട്ടുന്ന എമൗണ്ടിനെയാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ എന്നാന്ന് നോക്കാം. കോൺട്രിബ്യൂഷൻ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് റവന്യൂ ആൻഡ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേമാണ് മാർജിനൽ കോസ്റ്റ്. എന്താണ് മാർജിനൽ കോസ്റ്റ്? മാർജിനൽ കോസ്റ്റ് ഈസ് ദ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വിച്ച് അറൈസ് ഡ്യൂ ടു 1 യൂണിറ്റ് ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി. നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഇപ്പോൾ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് 100 ആണ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 11,000 rupees. അതേസമയം നമ്മൾ 101 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരുന്നത് 11,010 rupees ആണ് വരുന്നത്. അപ്പോൾ അവിടെ ഒരു യൂണിറ്റ് നമ്മൾ എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ വരുന്ന കോസ്റ്റ് 10 rupees ആണ്. ആ കോസ്റ്റിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. അതിൻ്റെ ഫോർമാറ്റ് വരുന്നത് റവന്യൂ മൈനസ് all type of variable cost, then contribution, then less
all type of fixed cost, then profit. അതിന് നമുക്ക് ഷോർട്ടായിട്ട് എങ്ങനെ എഴുതാം? ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് എഴുതാൻ പറ്റും. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇവിടെ ഒരു യൂണിറ്റ് സെയിലിംഗ് പ്രൈസ് വരുന്നത് 1000, വേരിയബിൾ കോസ്റ്റ് 800, അപ്പോൾ കോൺട്രിബ്യൂഷൻ വരുന്നത് 200. ഇവിടെ ഫിക്സഡ് കോസ്റ്റ് 10,000 ആണ്. അപ്പോൾ ഈ കറണ്ട് സിറ്റുവേഷനിൽ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ലോസ് വരുന്നത് 9,800. അപ്പം നമുക്ക് കോൺട്രിബ്യൂഷനെ എങ്ങനെ പറയാം? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, അതായത് 1000 മൈനസ് 800 ഈക്വൽ ടു ₹200. അതാണ് കോൺട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ അതിനെ നമുക്ക് വേറൊരു രീതി പറയാം. സെയിൽസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ പ്ലസ് വേരിയബിൾ കോസ്റ്റ്. കറണ്ട് സിറ്റുവേഷനിൽ 200 പ്ലസ് 800 ഈക്വൽ ടു ₹1000. പ്രോഫിറ്റ് നമുക്ക് എങ്ങനെ പറയാം? കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്, അതായത് 200 മൈനസ് 10,000, പ്രോഫിറ്റ് അല്ല, ലോസ് ഓഫ് 9,800. അപ്പോൾ കോൺട്രിബ്യൂഷൻ എങ്ങനെ പറയാം? പ്രോഫിറ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ്, അതായത് 9,800 ലോസ്, അപ്പോൾ നെഗറ്റീവ് 9,800 പ്ലസ് 10,000 ഈക്വൽ ടു ₹200. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ സെയിം എക്സാമ്പിൾ തന്നെ, ഒരു യൂണിറ്റ് വരുമ്പോൾ നമുക്ക് ലോസ് 9,800. അതേ സമയത്ത് നമുക്ക് 2 യൂണിറ്റ്സിൻ്റെ സെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ലോസ് എത്രയായി? 9,600 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ നമ്മൾ 3 യൂണിറ്റ്സിൻ്റെ സെയിലാണെങ്കിലോ ലോസ് 9,400 ആയിട്ട് കുറഞ്ഞു. നമുക്കിവിടെ കോൺട്രിബ്യൂഷൻ ഇൻക്രീസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്ന അതേ പ്രപ്പോർഷനിലാണ് കോൺട്രിബ്യൂഷനും ഇൻക്രീസ് ചെയ്യുന്നത്. നമ്മളത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് എന്ന് പറയുന്നത് 0.2 ആണ് എല്ലാത്തിലും. 200 ഡിവൈഡ് ബൈ 1000 0.2, 400 ഡിവൈഡ് ബൈ 2000 0.2, 600 ഡിവൈഡ് ബൈ 3000 0.2. അപ്പം ഈ റേഷ്യോനെ പറയുന്നതാണ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ, അതായത് PV റേഷ്യോ. അതിനെ കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് റേഷ്യോ എന്നും പറയും. അപ്പോൾ ഇതിന് ഡെഫിനിഷനായിട്ട് പറയുന്നത് ദിസ് റേഷ്യോ ഷോസ് ദ പ്രപ്പോർഷൻ ഓഫ് സെയിൽസ് അവൈലബിൾ ടു കവർ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. ഈ റേഷ്യോ സാധാരണ പേഴ്സൻറ്റേജിലാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം ഇതിനെ? കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഇൻറ്റു 100 ചെയ്യുന്നത് പേഴ്സൻറ്റേജിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ കറണ്ട് സിറ്റുവേഷനിൽ ഒരു യൂണിറ്റിൻ്റെ ആണെങ്കിൽ 200 ഡിവൈഡ് ബൈ 1000 ഇൻറ്റു 100, അപ്പം 20%. 0.2നെ നമ്മൾ പേഴ്സൻറ്റേജിലേക്ക് നമ്മൾ പറയുമ്പോൾ 20% ആവും. നമുക്കതേ സിറ്റുവേഷൻ ഒന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും സെയിൽസിൻ്റെ ഡിഫറൻസും കോൺട്രിബ്യൂഷൻ ഡിഫറൻസും പ്രോഫിറ്റ് ഡിഫറൻസും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നമുക്ക് ഫിക്സഡ് കോസ്റ്റ് 0 ആയതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലായി, കോൺട്രിബ്യൂഷൻ്റെ ഡിഫറൻസും പ്രോഫിറ്റിൻ്റെ ഡിഫറൻസും സെയിം ആണ്. സെയിൽസ് ഒരു യൂണിറ്റ് ആയിരുന്നപ്പോൾ എന്താണോ സെയിൽസ് കോൺട്രിബ്യൂഷൻ സെയിം തന്നെയാണ് ഈ ഒരു യൂണിറ്റ് ഡിഫറൻസ് വരുമ്പോൾ വരുന്ന സെയിൽസിൻ്റെ ഡിഫറൻസും കോൺട്രിബ്യൂഷൻ്റെ ഡിഫറൻസും എന്ന്. അപ്പോൾ നമുക്ക് PV റേഷ്യോനെ എങ്ങനെ നമുക്ക് പറയാം? ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ്, അതായത് 200 ഡിവൈഡ് ബൈ 1000 ഇൻറ്റു 100 തന്നെയാണ് അവിടെയും വരുന്നത്. പക്ഷെ നമുക്കിവിടെ ഒന്നും കൂടെ പറഞ്ഞു, കോൺട്രിബ്യൂഷൻ്റെ ഡിഫറൻസും പ്രോഫിറ്റിനകത്ത് വരുന്ന ഡിഫറൻസും സെയിം ആണെന്ന്. കാരണം എന്താണ്? ഫിക്സഡ് കോസ്റ്റിൻ്റെ ഡിഫറൻസ് 0 ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫോർമുലേനെ എങ്ങനെ എഴുതാം? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. ഈ സിറ്റുവേഷനിൽ 200 ഡിവൈഡ് ബൈ 1000 ഇൻറ്റു 100, 20%. അപ്പോൾ നമുക്കിതിനെ തിരിച്ചു മറിച്ചും ഒക്കെ നമുക്ക് ഫോർമുലയാക്കി എഴുതാം. അപ്പോൾ സെയിൽസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ PV റേഷ്യോ ഇൻറ്റു 100. അതുപോലെ കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു PV റേഷ്യോ. PV റേഷ്യോ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഒരു ചെറിയ സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക് നോക്കാം. എ മാനുഫാക്ചറിംഗ് കമ്പനി ഇൻക്വേഴ്സ് ഫിക്സഡ് കോസ്റ്റ് ഓഫ് ₹5 lakh per annum. It is a single product company with annual sales budgeted to be 30,000 units at a sale price of ₹100 per unit. Variable cost is ₹60 per unit. An offer comes to the company that if they incur an advertisement expense amounting to ₹2,50,000, then the company get additional sales of 5,000 units. Is it favorable to the company? ഇവിടെ സെയിൽസ്
30,000 units, selling price 100 per units, variable cost 60 per units, fixed cost 5 lakh. ദെൻ എന്താ പറയുന്നത് ഒരു അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് 2,50,000 ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ 5,000 അഡീഷണൽ സെയിൽസ് കൂടെ ഉണ്ടാകും. നമുക്ക് കറണ്ട് സിറ്റുവേഷൻ ഒന്ന് നോക്കാം. സെയിൽസ് 30,000 യൂണിറ്റ്സ് ഇൻറ്റു 100 per unit 30 lakh. വേരിയബിൾ കോസ്റ്റ് 30,000 യൂണിറ്റ്സ് ഇൻറ്റു 60 per unit 18 lakh. ഫിക്സഡ് കോസ്റ്റ് 5 lakh. ആ കേസിൽ പ്രോഫിറ്റ് വരുന്നത് 30 lakh മൈനസ് 18 lakh മൈനസ് 5 lakh ഈക്വൽ ടു 7 lakh. അപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ പ്രോഫിറ്റ് വരുന്നത് 7 lakh ആണ്. ഇനി അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ഇൻക്വർ ചെയ്യുകയാണെങ്കിൽ വരുന്ന സിറ്റുവേഷൻ നമുക്കൊന്ന് നോക്കാം. സെയിൽസ് 35,000 യൂണിറ്റ്സ് ഇൻറ്റു 100 per unit 35 lakh. വേരിയബിൾ കോസ്റ്റ് 35,000 യൂണിറ്റ്സ് ഇൻറ്റു 60 per unit 21 lakh. ഫിക്സഡ് കോസ്റ്റ് 5 lakh പ്ലസ് 2,50,000 7,50,000. ആ കേസിൽ പ്രോഫിറ്റ് വരുന്നത് 6,50,000, അതായത് 35 lakh മൈനസ് 21 lakh മൈനസ് 7,50,000 ഈക്വൽ ടു 6,50,000. നമ്മളിപ്പോൾ നോക്കുമ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് 50,000 റുപ്പീസ് കുറയുകയാണ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ഇൻകർ ചെയ്യുന്നതിലൂടെ സംഭവിച്ചേക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഇത് ഫേവറബിൾ ആണോ? അല്ല. നമുക്ക് ഈ സിറ്റുവേഷനിലെ പി വി റേഷ്യോ നോക്കാം. പി വി റേഷ്യോ ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. പെർ യൂണിറ്റ് ആയിട്ട് എടുക്കുമ്പോൾ 100 മൈനസ് 60 ദറ്റ് ഈസ് 40 ഡിവൈഡ് ബൈ സെയിൽസ് 100 പെർ യൂണിറ്റ് ഇൻറ്റു 100 ദറ്റ് ഈസ് 40 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 100 ഈക്വൽ ടു 40% ആണ് ഇവിടെ പി വി റേഷ്യോ. അപ്പോൾ ഈ 40%-ൽ കൂടുതൽ നമ്മൾ ഫിക്സഡ് കോസ്റ്റിലേക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് അല്ല ക്രിയേറ്റ് ചെയ്യുക, ലോസ് ആണ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നമുക്ക് മാക്സിമം ഫിക്സഡ് കോസ്റ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന എത്രയേ ഉള്ളൂ? എക്സ്ട്രാ സെയിൽസ് ആയ 5 lakhൻ്റെ 40%, ദാറ്റ് ഈസ് 2 lakh ആണ് മാക്സിമം നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇവിടെ നമ്മൾ 2,50,000 അലോക്കേറ്റ് ചെയ്തതുകൊണ്ട് കറണ്ട് സിറ്റുവേഷനിലുള്ള പ്രോഫിറ്റ് 50,000 കുറഞ്ഞു. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസിലേക്ക് സ്പെൻഡ് ചെയ്യാതിരിക്കുന്നതിലാണ് കമ്പനിക്ക് ആക്ച്വലി കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുക. നമുക്ക് സെയിം സിറ്റുവേഷൻ ഒന്നും കൂടെ നോക്കാം. 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം, 2 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം, 3 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് മനസ്സിലാകുന്നത് ഫിക്സഡ് കോസ്റ്റ് സെയിം ആണ്. ഒരു ചാർട്ട് ഫോമിൽ നമ്മൾ എഴുതുമ്പം നമ്പർ ഓഫ് യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫിക്സഡ് കോസ്റ്റ് ഇൻക്രീസ് ആകുന്നില്ല, അത് സെയിം ആയിട്ടാണ് നിൽക്കുന്നത്. ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് പ്രൊഡക്ഷനിൽ നമ്മൾ ചിന്തിക്കാവുള്ളൂ. ഇപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു മെഷീനറി വെച്ചിട്ടുള്ളത് 2 മെഷീനറി വെച്ചാക്കി എന്ന് പറയുന്ന സിറ്റുവേഷനിൽ ഫിക്സഡ് കോസ്റ്റ് കൂടും. പക്ഷേ ഇത് പറയുന്നത് ഒരു ലെവൽ ഓഫ് പ്രൊഡക്ഷനിൽ തന്നെയാണ് നമ്മളിത് ഈ സിറ്റുവേഷൻസ് എല്ലാം പറയുന്നത്. അപ്പോൾ ഇവിടെ ഫിക്സഡ് കോസ്റ്റ് സെയിം ആയിട്ടാണ് നിൽക്കുന്നത്. സെയിൽസ് 0 ആയിരുന്ന സിറ്റുവേഷനിലും ഫിക്സഡ് കോസ്റ്റ് ആ എമൗണ്ട് അവിടെ ഉണ്ടായിരിക്കും. നമ്മൾ വേരിയബിൾ കോസ്റ്റ് നോക്കുമ്പോഴോ സെയിൽസ് 0 ആയിരുന്ന സമയത്ത് വേരിയബിൾ കോസ്റ്റ് 0 ആണ്. സെയിൽസ് കൂടുന്നതിനനുസരിച്ച് വേരിയബിൾ കോസ്റ്റും കൂടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ടോട്ടൽ കോസ്റ്റ് ആണെങ്കിലോ സെയിൽസ് 0 ആണെങ്കിലും ടോട്ടൽ കോസ്റ്റ് എത്രയിലാണ്? ഫിക്സഡ് കോസ്റ്റ് വരുന്നത് കൊണ്ട് ആ ഒരു എമൗണ്ട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം സെയിൽസ് കൂടുന്നതിനനുസരിച്ച് ടോട്ടൽ കോസ്റ്റും കൂടും. അതെന്തുകൊണ്ടാണ്? വേരിയബിൾ കോസ്റ്റിൻ്റെ കോമ്പണൻ്റ് ഉള്ളതുകൊണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ ഫിക്സഡ് കോസ്റ്റ് 10,000 റുപ്പീസാണ്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റോ 200 റുപ്പീസ് പെർ യൂണിറ്റ്. അപ്പം എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫിക്സഡ് കോസ്റ്റിനെ കവർ ചെയ്യാനുള്ള കോൺട്രിബ്യൂഷൻ കിട്ടും? 10,000 റുപ്പീസ് ഡിവൈഡഡ് ബൈ 200 റുപ്പീസ്, അതായത് 50 യൂണിറ്റ്സ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 50 യൂണിറ്റ്സിൻ്റെ സെയിൽ നടക്കുമ്പോൾ ടോട്ടൽ സെയിൽസ് 50,000, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 40,000. അപ്പോൾ കോൺട്രിബ്യൂഷൻ വരുന്നത് 10,000. ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 10,000. അപ്പം ആ സിറ്റുവേഷനിൽ പ്രോഫിറ്റ് ഓർ ലോസ് 0 ആണ്. നമുക്ക് 49 വെച്ച് ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 49 യൂണിറ്റ്സിൻ്റെ സെയിൽ വരുന്ന സമയത്ത് ലോസ് എത്രയാണ് വരുന്നത്? 200 റുപ്പീസിൻ്റെത്.
ഇപ്പോൾ 51 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 51 വരുന്ന കേസിൽ പ്രോഫിറ്റ് വരുന്നത് 200. ഇപ്പം നമുക്ക് മനസ്സിലായി 50 എന്ന യൂണിറ്റ്സിൻ്റെ സെയിൽ നടക്കുന്ന പോയിൻ്റ് ഓഫ് ടൈമിൽ നമുക്ക് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. ആ പോയിൻറ്റിനെയാണ് ബ്രേക്ക് ഈവൺ പോയിൻ്റ് എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ കോസ്റ്റും സെയിൽസും സെയിം ആകുന്ന ആ പോയിൻ്റ് ഓഫ് ടൈമിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൺ പോയിൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ദ ലെവൽ ഓഫ് സെയിൽസ് വെയർ ആൻ എൻറ്റിറ്റി നെയ്തർ ഏൺസ് പ്രോഫിറ്റ് നോർ ഇൻക്വേഴ്സ് ലോസ്. ക്വാണ്ടിറ്റി ആയിട്ടും മോണിറ്ററി വാല്യൂവിൽ നമ്മൾ പറയാം. പ്രോഫിറ്റ് 0 ആകുന്ന ആ പോയിൻ്റ് ഓഫ് സെയിലിനെയാണ് ബ്രേക്ക് ഈവൺ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കുറവ് സെയിലാണെങ്കിലോ അത് നെഗറ്റീവാണ്. ആ കേസുകളിൽ ലോസ് ആണ് സംഭവിക്കുന്നത് കമ്പനിക്ക്. അതുപോലെ ബ്രേക്ക് ഈവൺ പോയിൻ്റ് സെയിൽസിനേക്കാളും സെയിൽസ് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. അതായത് പ്രോഫിറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ ജസ്റ്റ് മുന്നേ കണ്ടുപിടിച്ച ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്നത് ബ്രേക്ക് ഈവൺ പോയിൻ്റ് ഏത് മെഷർമെൻറ്റിലുള്ളതായിരുന്നു? അത് ഇൻ യൂണിറ്റ്സ് ആയിരുന്നു. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി കറണ്ട് സിറ്റുവേഷനിൽ നമുക്ക് കിട്ടി 50 യൂണിറ്റ്സ്. അപ്പോൾ ആ 50 യൂണിറ്റ്സ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഇൻ വാല്യൂവിൽ കിട്ടില്ലേ? അപ്പം ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഇൻ വാല്യൂ ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻറ്റു സെയിൽസ്. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് എന്ന് എഴുതാം. ഈ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് എന്ന് പറയുന്നത് എന്താണ്? PV റേഷ്യോ. അപ്പം ബ്രേക്ക് ഈവൻ പോയിൻറ്റിന് നമുക്ക് എങ്ങനെ എഴുതാം? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ എന്ന് എഴുതാം. അടുത്ത കോൺസെപ്റ്റാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. അതായത് നമുക്ക് ബ്രേക്ക് ഈവൻ സെയിൽസ് മതിയോ? ആക്ച്വലി പോരാ. കാരണം ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയിൻ്റ് ഓഫ് ടൈമിൽ ടോട്ടൽ കോസ്റ്റിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെയിൽസ് കിട്ടിയെന്നുണ്ട്. പക്ഷെ അവിടെ പ്രോഫിറ്റ് ഉണ്ടോ? ഇല്ല. ഏതൊരാളും ബിസിനസ് ചെയ്യുന്നത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ഹയർ ലെവൽ ഓഫ് സെയിൽസ് ആണ്. ആ ഒരു എക്സ്പെക്റ്റഡ് സെയിൽസും ഈ ബ്രേക്ക് ഈവൻ സെയിൽസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. കാരണം അവിടെ നിന്നാണ് ആക്ച്വലി പ്രോഫിറ്റ് വരുന്നത്. ബ്രേക്ക് ഈവൻ പോയിന്റിൽ നിന്ന് സെയിൽസ് കൂടുന്നതിനനുസരിച്ച് മാർജിൻ ഓഫ് സേഫ്റ്റി കൂടിക്കൊണ്ടിരിക്കും. അതായത് ആ ഒരു സമയം കമ്പനിക്ക് സേഫാണ്. അതായത് അവിടെ പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിൻ്റ് താഴെയാണെങ്കിലോ അത് കമ്പനിക്ക് അൺസേഫാണ്. നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. The margin of safety can be defined as the difference between expected level of sale and the break-even sales. നോർമൽ മീനിങ് പോലെ തന്നെയാണ് അതിൻ്റെ ഡെഫിനേഷൻ വന്നേക്കുന്നത്. നമുക്കൊരു സിറ്റുവേഷൻ നോക്കാം. നമ്മൾ നേരത്തെ എടുത്തത് തന്നെ ഒരു യൂണിറ്റിൻ്റെ സെയിൽ വരുമ്പം ലോസ് 9800, ബ്രേക്ക് ഈവൻ പോയിൻറ്റ് 50 യൂണിറ്റ്സ് ആണ്. ആ സമയത്ത് സെയിൽസ് 50,000, പ്രോഫിറ്റ് 0 ആയിട്ട് വരും. നമ്മുടെ ഈ പോയിന്റിൽ എക്സ്പെക്റ്റഡ് സെയിൽസ് 80 യൂണിറ്റ്സ് ആണ്. അപ്പോൾ സെയിൽ വരുന്നത് 80,000. ആ സിറ്റുവേഷനിൽ പ്രോഫിറ്റ് വരുന്നതോ 6,000. അതായത് നമുക്ക് എക്സ്ട്രാ വരുന്ന സെയിൽ എത്രയാണ്? 30 യൂണിറ്റ്സിൻ്റെ സെയിൽ. അത് വാല്യൂലാണെങ്കിലോ 30,000ൻ്റെ സെയിൽ. ആ 30 യൂണിറ്റ്സിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ് വരുന്നത്? 6,000. അപ്പോൾ നമുക്കിതിൽ നിന്നൊരു പോയിൻ്റ് മനസ്സിലാവും. അതായത് നമ്മുടെ എക്സ്പെക്റ്റഡ് സെയിൽസ് എന്നുള്ളതിനകത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്തിൽ നിന്നാണ്? ഈ മാർജിൻ ഓഫ് സേഫ്റ്റിയിൽ കിട്ടുന്ന കോൺട്രിബ്യൂഷനാണ് ഈ എക്സ്പെക്റ്റഡ് സെയിൽസിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ ഫോർമുല എങ്ങനെ എഴുതാം? പ്രോഫിറ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ. ഈ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? അത് സെയിൽസ് ആണ്. അതായത് ആ എക്സ്ട്രാ വരുന്ന സെയിൽസ്. ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നതോ ആക്ച്വലി കോൺട്രിബ്യൂഷനാണ്. മാർജിൻ ഓഫ് സേഫ്റ്റി എന്നുള്ള ഫോർമുല ഏതിൽ നിന്നാണ് വരുന്നത്? സെയിൽസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ PV റേഷ്യോ എന്ന ഫോർമുലയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് അതിനകത്ത് പലതും ആദ്യം തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഡിഫറൻസ് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇൻ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് the fixed expenses are distributed over products on absorption costing basis, that is based on a predetermined level of output. അതൊരു എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ എക്സ്പെക്റ്റഡ് സെയിൽസ്
10,000 യൂണിറ്റ്സ് ആണ്. അവിടെ ഫിക്സഡ് കോസ്റ്റ് ഉള്ളത് 2,50,000 ആണ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ് വരുന്നത്? 25 റുപ്പീസ് പെർ യൂണിറ്റ്. ആ കേസിൽ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 30 ആണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ഈ 25 പ്ലസ് 30 55 എന്നതാണ് അവിടെ വാല്യൂ ചെയ്യുന്നത്. ഇപ്പം ഈ കേസിൽ ആക്ച്വലി 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തില്ല എന്നോർത്തോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അണ്ടർ അബ്സോർപ്ഷൻ ആവും. അതായത് ഫിക്സഡ് കോസ്റ്റിനെ ഫുള്ളായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്ഷൻ അവിടെ നടത്തിയില്ല. ഇപ്പോൾ പ്രൊഡക്ഷൻ 10,000 യൂണിറ്റ്സിനേക്കാളും കൂടുതലാണെങ്കിലോ അവിടെ ഓവർ അബ്സോർപ്ഷൻ, അതായത് ഫിക്സഡ് കോസ്റ്റിൻ്റെ പോർഷൻ ഓവറായിട്ട് റിക്കവർ ചെയ്തിട്ടുണ്ട്. ഒരു പ്രോബ്ലത്തിലൂടെ നമുക്ക് ഡിഫറൻസ് കാണാം. മാർജിനൽ കോസ്റ്റിംഗ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ് നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു. സെയിൽസ് മൈനസ് വേരിയബിൾ മാനുഫാക്ചറിങ് കോസ്റ്റ്, ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ് ഗുഡ്സ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ് ഗുഡ്സ്, ആഡ് വേരിയബിൾ കോസ്റ്റ് related to administration and selling, then add selling and distribution cost, then we will get contribution, then less fixed cost, then we get net profit. ഇതിൽ ഫസ്റ്റ് പാർട്ട് വേരിയബിൾ എക്സ്പെൻസും സെക്കൻഡ് പാർട്ട് ഫിക്സഡ് കോസ്റ്റും ആണ്. വേരിയബിൾ എക്സ്പെൻസിൽ തന്നെ ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഉണ്ടാകാം. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ്, ലേബേഴ്സ് പോലെ ഡയറക്റ്റ്ലി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസും, ഇൻഡയറക്റ്റ് എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെല്ലിംഗ് ഓവർഹെഡുമാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ കൊണ്ടുവരേണ്ടത് ഡയറക്റ്റ് ആയിട്ടുള്ള വേരിയബിൾ കോസ്റ്റിന് ശേഷമാണ്. അതായത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വേരിയബിൾ കോസ്റ്റ് സ്റ്റോക്ക് വാല്യുവേഷനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നർത്ഥം. സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് എങ്ങനെയെന്നാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ലാസ്റ്റ് ഇയർ തന്നെ വാല്യൂ ചെയ്തതുണ്ടാവും. ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് എന്നതിനെ ബേസ് ചെയ്താണ്. അതിൽ ഡയറക്റ്റ്ലി റിലേറ്റഡ് വേരിയബിൾ കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ് നമുക്ക് നോക്കാം. ഒറ്റ നോട്ടത്തിൽ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ കോസ്റ്റ് ഷീറ്റുമായിട്ട് നമുക്ക് ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല എങ്കിലും ആക്ച്വലി ഡിഫറൻസ് ഉണ്ട്. സെയിൽസ് മൈനസ് പ്രൊഡക്ഷൻ കോസ്റ്റ്, add opening stock less closing stock, add or less under or over absorption of fixed manufacturing overhead, then add administration cost and selling and distribution cost, then we will get profit. അതായത് ഫിക്സഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് എന്ന രീതിയിലല്ല, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്നതിനെ ബേസ് ചെയ്താണ് ഇതിൻ്റെ ഫോർമാറ്റ്. വേരിയബിൾ ആയിട്ടുള്ളതും ഫിക്സഡും ഡയറക്റ്റ് ആണെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ വരും. അതിൻ്റെ കൂടെ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യുവേഷനെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അതായത് ഡയറക്റ്റ്ലി റിലേറ്റഡ് ഫിക്സഡ് കോസ്റ്റ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂയിൽ ഉണ്ടാകും. ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുകയല്ല അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ ചെയ്യുന്നത്. ഈ മെത്തേഡിൽ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഫസ്റ്റ് തന്നെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന പോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും ബേസ്ഡ് ഓൺ പ്രീ ഡിറ്റർമൈൻഡ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അതായത് പ്രൊഡക്ഷൻ പ്ലാനിനെ ബേസ് ചെയ്ത്. ആക്ച്വൽ പ്രൊഡക്ഷനും പ്രീ ഡിറ്റർമൈൻഡ് യൂണിറ്റ്സും സെയിം ആവണം നിർബന്ധമില്ല. അതിനാൽ ആക്ച്വൽ പ്രൊഡക്ഷൻ ആൻഡ് പ്രീ ഡിറ്റർമൈൻഡ് യൂണിറ്റ്സുമായിട്ട് ഡിഫറൻസ് വരുമ്പോഴാണ് അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ എന്ന കോൺസെപ്റ്റ് വരുന്നത്. അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ്റെ എഫക്റ്റ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും റിമൂവ് ചെയ്യും. അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിച്ചതിന് ശേഷമുള്ള സ്റ്റെപ്പ് ആഡ് ഓർ ലെസ് അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ്. അതിനുശേഷം ഓൾ ടൈപ്പ് ഓഫ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ദെൻ വി വിൽ ഗെറ്റ് പ്രോഫിറ്റ്. നമുക്ക് ഡിഫറൻസ് ഒരു പ്രോബ്ലത്തിലൂടെ മനസ്സിലാക്കാം. വണ്ടർ ലിമിറ്റ് മാനുഫാക്ചേഴ്സ് എ സിംഗിൾ പ്രോഡക്റ്റ് സെസ്റ്റ്. The following figures related to CEST for a 1 year period. Sales and production in units 800, അതായത് പ്രൊഡക്ഷൻ പ്ലാൻ 800 യൂണിറ്റ്സ് ആണ്. അപ്പോൾ സെയിൽസ് 16 lakh. പ്രൊഡക്ഷൻ കോസ്റ്റിൽ വേരിയബിൾ ഉണ്ട്, ഫിക്സഡ് ഉണ്ട്. വേരിയബിൾ കോസ്റ്റ് 6,40,000, ഫിക്സഡ് 1,60,000. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിൽ വേരിയബിൾ 3,20,000,
fixed 2,40,000. The normal level of activity for the year is 800 units. Fixed costs are incurred evenly throughout the year and actual fixed costs are the same as budgeted. There were no stocks of zest at the beginning of the year. In the first quarter, 220 units were produced and 160 units were sold. Required, compute the fixed production cost absorbed by zest if absorption costing is used. Second, calculate the under or over recovery of overhead during the period. Third, calculate the profit using absorption costing. Then calculate the profit using marginal costing. അപ്പോൾ ഫസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് ഫിക്സഡ് പ്രൊഡക്ഷൻ കോസ്റ്റ് അബ്സോർബ്ഡ് ബൈ സെസ്റ്റ് ഇഫ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് മെത്തേഡ് ഈസ് യൂസ്ഡ്. അവിടെ നമ്മൾ ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഫിക്സഡ് പ്രൊഡക്ഷൻ കോസ്റ്റും ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടുമാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ബഡ്ജറ്റഡ് ഫിക്സഡ് പ്രൊഡക്ഷൻ കോസ്റ്റ് 1,60,000, ബഡ്ജറ്റഡ് ഔട്ട്പുട്ട് 800. അപ്പോൾ പെർ യൂണിറ്റ് വരുന്ന കോസ്റ്റ് 1,60,000 ഡിവൈഡഡ് ബൈ 800 യൂണിറ്റ്സ് ഈക്വൽ ടു 200 പെർ യൂണിറ്റ് എന്നാണ്. ഇവിടെ ഫസ്റ്റ് ക്വാർട്ടറിൽ ആക്ച്വൽ പ്രൊഡക്ഷൻ പറഞ്ഞേക്കുന്നത് 220 യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വാർട്ടറിൽ അബ്സോർബ് ചെയ്തേക്കുന്നത് 220 യൂണിറ്റ്സ് ഇൻറ്റു 200 ഈക്വൽ ടു 44,000. അടുത്ത ക്വസ്റ്റ്യൻ, അണ്ടർ ഓർ ഓവർ റിക്കവറി ഓഫ് ഓവർഹെഡ് ഡ്യൂറിങ് ദ പീരീഡ്. അതിൽ ആക്ച്വൽ പ്രൊഡക്ഷൻ ഓവർഹെഡ് എത്രയാണ് നമുക്ക് നോക്കണം. അതായത് ബഡ്ജറ്റഡ് ഫിക്സഡ് കോസ്റ്റ് ഫോർ ദ ഫസ്റ്റ് ക്വാർട്ടർ ഈക്വൽ ടു 1,60,000 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 40,000. അബ്സോർബ് ചെയ്തേക്കുന്ന ഫിക്സഡ് ഓവർഹെഡ് നമ്മൾ ഫസ്റ്റ് കാൽക്കുലേഷനിൽ കണ്ടു 44,000. ഇവിടെ ആക്ച്വലിനേക്കാളും കൂടുതലാണ് അബ്സോർബ് ചെയ്തേക്കുന്നത്. അങ്ങനെയുള്ള കേസിലാണ് ഓവർ റിക്കവറി എന്ന കോൺസെപ്റ്റ് വരുന്നത്. ഇപ്പോൾ അബ്സോർബ് ചെയ്തേക്കുന്നത് കുറവാണെങ്കിൽ അണ്ടർ റിക്കവറി, ഇവിടെ ഓവർ റിക്കവറി. അപ്പോൾ 44 മൈനസ് 40 4,000 ആണ് ഓവർ റിക്കവറി വന്നേക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോഫിറ്റ് യൂസിങ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. അവിടെ ഫസ്റ്റ് സെയിൽസ്, ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ ആക്ച്വൽ സെയിൽ 160 യൂണിറ്റ്സ് ആണ്. പെർ യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് എത്രയാണ് വരുന്നത്? 16 lakh ഡിവൈഡഡ് ബൈ 800 ഇറ്റ് ഈസ് 2,000. അപ്പോൾ സെയിൽസ് റവന്യൂ ഈക്വൽ ടു 160 യൂണിറ്റ്സ് ഇൻറ്റു 2,000 ഇറ്റ് ഈസ് 3,20,000. ദെൻ ലെസ് പ്രൊഡക്ഷൻ കോസ്റ്റ്, അതായത് ഡയറക്റ്റ് എക്സ്പെൻസ്. അതിൽ വേരിയബിൾ പാർട്ടും ഉണ്ട്, ഫിക്സഡ് പാർട്ടും ഉണ്ട്. വേരിയബിൾ കോസ്റ്റ് പറഞ്ഞേക്കുന്നത് 6,40,000 ആണ് ഫോർ 800 യൂണിറ്റ്സ്. അപ്പോൾ പെർ യൂണിറ്റ് 800 ആണ് വരുന്നത്. നമ്മൾ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്തത് 220 യൂണിറ്റ്സ്. അപ്പോൾ 220 യൂണിറ്റ്സ് ഇൻറ്റു 800 പെർ യൂണിറ്റ് 1,76,000 ആണ് കോസ്റ്റ് വരുന്നത്. ഫിക്സഡ് ഓവർഹെഡിൻ്റെ അബ്സോർപ്ഷൻ നമ്മൾ ഓൾറെഡി വർക്കിംഗ് നോട്ട് ചെയ്തിട്ടുണ്ട് 44,000. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് വരുന്നത് 2,20,000. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ല, ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്. നമ്മൾ 220 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ 2,20,000 ആണ് കോസ്റ്റ് അയക്കുന്നത്. നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 60 യൂണിറ്റ്സ്. അതെങ്ങനെ? 220 യൂണിറ്റ്സ് മൈനസ് സെയിൽ നടന്ന 160 യൂണിറ്റ്സ്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് 60 യൂണിറ്റ്സ്. അപ്പോൾ പെർ യൂണിറ്റ് വാല്യൂ എത്രയാണ് ആക്ച്വൽ കോസ്റ്റ് വരുന്നത്? 220 lakh ഡിവൈഡഡ് ബൈ 220 യൂണിറ്റ്സ്. അപ്പോൾ എത്രയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നത്? 60 യൂണിറ്റ്സ്. അപ്പോൾ 220 lakh ഡിവൈഡഡ് ബൈ 220 യൂണിറ്റ്സ് ഇൻറ്റു 60 യൂണിറ്റ്സ് ആണ് ക്ലോസിംഗ് സ്റ്റോക്ക്, 60,000. ദെൻ വി വിൽ ഗെറ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ദെൻ ലെസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ഇറ്റ് ഈസ് 4,000. നമ്മൾ നേരത്തെ തന്നെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ഓവർ അബ്സോർപ്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത്. അണ്ടർ അബ്സോർപ്ഷൻ ആണെങ്കിൽ ആഡ് ചെയ്യുകയാണ് വേണ്ടത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, ആഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്, വേരിയബിൾ ആൻഡ് ഫിക്സഡ്. അതായത് ഓൾ ടൈപ്പ് ഓഫ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. നമ്മൾ കോസ്റ്റിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് വേരിയബിൾ കോസ്റ്റ് വന്നേക്കുന്നത് 3,20,000 ഫോർ 800 യൂണിറ്റ്സ്. അപ്പോൾ പെർ യൂണിറ്റ് 400. നമ്മൾ സെയിൽ നടത്തിയതിന് മാത്രമേ നമ്മൾ കോസ്റ്റ് ഷീറ്റിനകത്ത് എഴുതേണ്ടതുള്ളൂ.
അപ്പോൾ 160 യൂണിറ്റ്സ് ഇൻറ്റു 400 ഇറ്റ് ഈസ് 64,000. ഫിക്സഡ് ആയിട്ടുള്ള കോസ്റ്റ് പറഞ്ഞേക്കുന്നത് 2,40,000 ഫോർ ദ ഇയർ. അപ്പോൾ ഒരു ക്വാർട്ടറിന് 2,40,000 ഡിവൈഡ് ബൈ 4 ഇറ്റ് ഈസ് 60,000. അപ്പോൾ ടോട്ടലായിട്ടുള്ള ഇൻഡയറക്റ്റ് കോസ്റ്റ് വരുന്നത് 1,24,000. കോസ്റ്റ് ഓഫ് സെയിൽസ് വരുന്നത് 1,60,000 മൈനസ് 4,000 പ്ലസ് 1,24,000 ഇറ്റ് ഈസ് 2,80,000. അപ്പോൾ പ്രോഫിറ്റ് വരുന്നത് 3,20,000 മൈനസ് 2,80,000 ഇറ്റ് ഈസ് 40,000. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോഫിറ്റ് ഫോർ ദ ക്വാർട്ടർ ബേസ്ഡ് ഓൺ മാർജിനൽ കോസ്റ്റിംഗ്. അവിടെ ഫസ്റ്റ് സെയിൽസ് റവന്യൂ ഇറ്റ് ഈസ് 3,20,000, സെയിം ആസ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് മെത്തേഡ്. ദെൻ ലെസ് പ്രൊഡക്ഷൻ കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് മാത്രം. അവിടെ സെയിം ആസ് അബ്സോർപ്ഷൻ കോസ്റ്റ് 1,76,000. ഇവിടെ അതിന് തൊട്ട് താഴെയാണ് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെയും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെയും എഫക്റ്റ് വരുത്തുന്നത്. മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ മെത്തേഡിൽ സെയിൽസ് മൈനസ് ഓൾ ടൈപ്പ് ഓഫ് വേരിയബിൾ കോസ്റ്റ് ദെൻ ഓൾ ടൈപ്പ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് എങ്ങനെയാണെങ്കിലും ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യാൻ ഡയറക്റ്റ് ആയിട്ടുള്ള വേരിയബിൾ കോസ്റ്റ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെയും ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെയും വാല്യുവേഷൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വേരിയബിൾ കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ല, ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നത് വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ എത്ര വന്നിരിക്കുന്നത് 1,76,000 ഫോർ ഹൗ മെനി യൂണിറ്റ്സ് 220. നമുക്ക് എത്രയുണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് യൂണിറ്റ്സ് 60. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഈക്വൽ ടു 1,76,000 ഡിവൈഡഡ് ബൈ 220 ഇൻറ്റു 60 ഇറ്റ് ഈസ് 48,000. Then add selling and distribution overhead variable. It is 160 units into 400, 64,000. Then we will get cost of sales. That is 1,76,000 minus 48 plus 64, 1,92,000. അപ്പോൾ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത്? സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽസ് ഇറ്റ് ഈസ് 3,20,000 minus 1,92,000, 1,28,000. ദെൻ ലെസ് ഫിക്സഡ് കോസ്റ്റ്, അത് പ്രൊഡക്ഷൻ്റെ ഉണ്ട് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഉണ്ട്. 40,000 പ്ലസ് 60,000 ഇറ്റ് ഈസ് 1,00,000. ദെൻ ആ കേസിൽ പ്രോഫിറ്റ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഓൾ ടൈപ്പ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് 1,28,000 മൈനസ് 1,00,000 ഇറ്റ് ഈസ് 28,000. ഡിഫറൻസ് എങ്ങനെയൊക്കെ വന്നതെന്ന് മനസ്സിലായോ? നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം എവിടെയൊക്കെയാണ് ആക്ച്വലി ഡിഫറൻസ് വന്നതെന്ന്. ഫസ്റ്റ് ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റ് മാർജിനൽ വന്നിട്ടില്ല, സോ ക്ലോസിംഗ് സ്റ്റോക്കിൽ അതിൻ്റെ എഫക്റ്റ് വന്നു. അങ്ങനെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ 12,000 കുറഞ്ഞിട്ടാണ് മാർജിനൽ കോസ്റ്റിംഗ് മെത്തേഡിനകത്ത് കാണിച്ചേക്കുന്നത്. പിന്നെ നോക്കിയാലോ, ഓവർ ആൻഡ് അണ്ടർ അബ്സോർപ്ഷൻ്റെ ഒരു ലൈൻ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് മെത്തേഡിൽ മാത്രമേ ഉള്ളൂ, മാർജിനകത്ത് ആ ഒരു സ്റ്റെപ്പില്ല. ദെൻ മാർജിനൽ കോസ്റ്റിങ്ങിനകത്തോ കോസ്റ്റ് ഓഫ് സെയിൽസിൽ ഫിക്സഡ് കോസ്റ്റിൻ്റെ കോമ്പണൻറ്റ് കൺസിഡർ ചെയ്യുന്നേ ഇല്ല, സെപ്പറേറ്റ് ആയിട്ടാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നത്. മാർജിനൽ കോസ്റ്റിങ്ങിനകത്ത് വേരിയബിൾ ആൻഡ് ഫിക്സഡ് എന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അബ്സോർപ്ഷനിൽ അത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എന്ന രീതിയിലാണ്. ഇനി നമുക്ക് ഡിഫറൻസിലേക്ക് പോകാം. ഫസ്റ്റ് പോയിൻ്റ്, in marginal costing only variable costs are considered for product costing and inventory valuation, but in absorption costing both fixed and variable costs are considered for product costing and inventory valuation. Second one, fixed costs are regarded as period cost. Absorption costing le fixed cost are charged to the cost of production. Product value ചെയ്യുമ്പോൾ തന്നെ ആ കോസ്റ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. തേർഡ് വൺ, മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ കോസ്റ്റ് ഷീറ്റിനകത്ത് കോൺട്രിബ്യൂഷനാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്, പക്ഷേ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിനകത്തോ അത് നെറ്റ് പ്രോഫിറ്റ് എന്നുള്ള രീതിയിലാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നത്. അടുത്തത് മാർജിനൽ കോസ്റ്റിങ്ങിനകത്ത് ദ ഡിഫറൻസ് ഇൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡസ് നോട്ട് അഫക്റ്റ് ദ യൂണിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കാരണം അവിടെ എന്താണ്, അവിടെ വേരിയബിൾ കോസ്റ്റിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ,
അപ്പോൾ അത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ്റെ വേരിയബിൾ കോസ്റ്റിനെ മാത്രം. അതുകൊണ്ട് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും എത്രയാണെങ്കിലും അവിടെ എഫക്റ്റ് ആവില്ല. പക്ഷേ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിനകത്തോ അവിടെ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെയും ക്ലോസിംഗ് സ്റ്റോക്കും എഫക്റ്റ് ചെയ്യും. എന്തുകൊണ്ടാണ്? ഫിക്സഡ് കോസ്റ്റിൻ്റെ കോമ്പണൻറ്റ് ക്ലോസിംഗ് സ്റ്റോക്കിനകത്തും നമ്മൾ കൊടുക്കുന്നുണ്ട്. അടുത്ത പോയിൻ്റ്, the cost per unit remains the same irrespective of the production as it is valued at variable cost. അടുത്തത്, the cost per unit remains the same irrespective of the production as it is valued at variable cost. പക്ഷേ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിനകത്ത് the cost per unit reduces as the production increases as it is fixed cost which reduce. നമ്മൾ കണ്ടു, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് 10,000 യൂണിറ്റ്സ് ആണ്. അവിടെ ഫിക്സഡ് കോസ്റ്റ് 2,50,000. അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത് ഫിക്സഡ് കോസ്റ്റിൻ്റെ കോമ്പണൻറ്റ് 25 ആണ്. പക്ഷേ ഈ 10,000 എന്നുള്ള യൂണിറ്റിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ 25,000 ആക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഫിക്സഡ് കോസ്റ്റിൻ്റെ കോമ്പണൻറ്റ് 10 റുപ്പീസായിട്ട് കുറയും. അതാണ് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിനകത്തെ വ്യത്യാസം. ഈ മെത്തേഡ്സ് എവിടെയാണ് ആക്ച്വലി യൂസ് ചെയ്യുന്നതും കൂടെ നമുക്ക് നോക്കാം. ഒരു മാനുഫാക്ചറർ അയാളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ആ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഒരു പ്രോഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതായത് അയാൾ എത്ര രൂപയ്ക്കാണ് അത് അതിനെ ആക്ച്വലി വിൽക്കേണ്ടതെന്ന്. ആ വിൽക്കേണ്ട സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ നമുക്ക് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് യൂസ് ചെയ്യാം. അതെന്തൊക്കെയാണ്? ഓൾറെഡി അയാൾക്കൊരു ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഉണ്ടാവും. പിന്നെ ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അയാൾക്ക് എത്ര പ്രോഫിറ്റ് വേണം എന്നൊരു ഊഹവും കൂടെ ഉണ്ടാവണം. ബഡ്ജറ്റഡ് ഔട്ട്പുട്ടിൻ്റെ ബേസിലാണ് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം യൂസ് ചെയ്ത് സെല്ലിംഗ് പ്രൈസ് ഡിസൈഡ് ചെയ്യാം. മാർജിനൽ കോസ്റ്റിങ്ങോ അതൊരു ആക്ച്വൽ സിറ്റുവേഷൻ അനലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഈ ബിസിനസ് ആക്ച്വലി കണ്ടിന്യൂ ചെയ്യുന്നത് കമ്പനിക്ക് നല്ലത് തന്നെയാണോ, അല്ലെങ്കിൽ ഈ ഏതെങ്കിലും ഒരു അഡീഷണൽ ആയിട്ടുള്ളൊരു ഫിക്സഡ് കോസ്റ്റ് ഇൻക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഉള്ള സിറ്റുവേഷനെ വെച്ച് നോക്കുമ്പോൾ ആക്ച്വലി പ്രോഫിറ്റബിൾ ആണോ, അതോ ആ ഒരു അഡീഷണൽ കോസ്റ്റ് ഇൻക്വയർ ചെയ്യാതിരിക്കുന്നതാണോ നല്ലത്. ആ ഒരു സിറ്റുവേഷൻസൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി മാർജിനൽ കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യാറ്. അടുത്ത ക്വസ്റ്റ്യനാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ദിസ് ആംഗിൾ ഈസ് ഫോംഡ് ബൈ ദ ഇൻ്റർസെക്ഷൻ ഓഫ് സെയിൽസ് ലൈൻ ആൻഡ് ടോട്ടൽ കോസ്റ്റ് ലൈൻ അറ്റ് ദ ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. This angle shows the rate at which profit is earned once the break-even point is reached. ഇതൊരു പിക്ചറിലൂടെ നമുക്ക് മനസ്സിലാക്കാം. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റും വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റും തമ്മിലുള്ള ഡിഫറൻസ് കാരണമാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫോം ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, വേരിയബിൾ കോസ്റ്റും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് കൂടുന്നതിനനുസരിച്ച് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടും. അതായത് കോൺട്രിബ്യൂഷൻ കൂടുന്നു എന്നർത്ഥം. അടുത്ത ക്വസ്റ്റ്യനാണ് ലിമിറ്റിംഗ് ഫാക്ടർ ഓർ കീ ഫാക്ടർ. അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്, ലിമിറ്റിംഗ് ഫാക്ടർ ഈസ് എനിത്തിങ് വിച്ച് ലിമിറ്റ് ദ ആക്ടിവിറ്റി ഓഫ് ആൻ എൻറ്റിറ്റി. അതിനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ബിസിനസ്സാണ് നടത്തുന്നത്. അയാൾക്ക് ഒരു പാൻറ്റ് തയ്ക്കാൻ 1 മണിക്കൂറാണ് ആവശ്യം. 8 അവേഴ്സാണ് ബിസിനസ് അവേഴ്സ് ഉള്ളത്. അയാൾക്ക് എന്തേലും തുണി കയ്യിലുണ്ടെങ്കിലും ഒരു ദിവസം 8 എണ്ണം മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ലിമിറ്റിംഗ് ഫാക്ടർ എന്താണ്? എംപ്ലോയിയുടെ നമ്പർ. അപ്പോൾ എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് ഉണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് മാക്സിമം പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുക.